പുനർനിർമ്മാണം ആരംഭിക്കാനിരിക്കുന്ന കോഴിക്കോട് സെൻട്രൽ മാർക്കറ്റിനെ കുറിച്ച് തെറ്റിദ്ധാരണ പരത്താൻ ശ്രമം. കച്ചവടക്കാർക്കും തൊഴിലാളികൾക്കും കൂടുതൽ സൗകര്യം ഒരുക്കുന്നതാവും പുതിയ കെട്ടിട സമുച്ചയമെന്ന് ഡെപ്യൂട്ടി മേയർ CP മുസാഫിർ അഹമ്മദ് പറഞ്ഞു. സംസ്ഥാന സർക്കാർ അനുവദിച്ച 55 കോടി രൂപ ചെലവഴിച്ചാണ് ആധുനിക സൗകര്യങ്ങളോടെ പുതിയ മാർക്കറ്റ് ഒരുങ്ങുക. സ്ഥലപരിമിതി കൊണ്ട് വീർപ്പുമുട്ടുന്ന കോഴിക്കോട് സെൻട്രൽ മാർക്കറ്റ് പുതുക്കിപ്പണിയുന്നതിനുള്ള DPRന് സംസ്ഥാന സർക്കാർ അനുമതി നൽകിയിരുന്നു. പുനർനിർമ്മാണത്തിനായി 55 കോടി രൂപയോളം സർക്കാർ അനുവദിച്ചു. കോർപ്പറേഷൻ നേതൃത്വത്തിൽ വിവിധ തലങ്ങളിൽ ചർച്ച നടത്തി പ്ലാനിന് രൂപം നൽകി. നിലവിലെ സെൻട്രൽ മാർക്കറ്റ് കെട്ടിടത്തിലെ മുഴുവൻ കച്ചവടക്കാരെയും പുനരധിവസിപ്പിക്കുന്നതിനുള്ള സ്ഥല സൗകര്യം അന്തിമ ടെൻഡർ ഡ്രോയിങ്സിലും ഉൾപ്പെടുത്തി. തൊഴിലാളികൾക്ക് ആവശ്യമായ ശൗചാലയമോ വസ്ത്രം മാറുന്നതിനുള്ള സൗകര്യമോ ഇപ്പോഴില്ല. കൂടുതൽ സൗകര്യങ്ങളോടെ ആധുനിക മാർക്കറ്റ് സമുച്ചയമാണ് നിർമ്മിക്കുകയെന്ന് ഡെപ്യൂട്ടി മേയർ CP മുസാഫിർ അഹമ്മദ് പറഞ്ഞു. തെറ്റിദ്ധാരണ പരത്താനുള്ള ശ്രമമാണ് നടക്കുന്നത്. ഒരാളെയും തെരുവിലേക്ക് ഇറക്കുന്നില്ല. എല്ലാ തൊഴിലാളികളും എല്ലാ കച്ചവടക്കാരും പുതിയ മാർക്കറ്റിൽ ഉണ്ടാകും. അതാര് തെറ്റിദ്ധരിപ്പിച്ചാലും അത് ഒരിക്കലും സംഭവിക്കില്ല. തൊഴിലാളികളുടെയും കച്ചവടക്കാരുടെയും ഒക്കെ അഭിപ്രായങ്ങൾ പൂർണ്ണമായും വിശ്വാസത്തിലെടുത്ത് കോർപ്പറേഷനെ അവരും വിശ്വാസത്തിലെടുത്തുകൊണ്ടാണ് പുനരധിവാസ പദ്ധതി പൂർത്തീകരിക്കുന്നത്. കച്ചവടക്കാരുടെയും തൊഴിലാളികളുടെയും പ്രതിനിധികളുമായി ചർച്ച നടത്തിയാണ് നിർമ്മാണം പൂർത്തിയാകും വരെ താൽക്കാലിക ക്രമീകരണം ഒരുക്കുന്നത്. മാർക്കറ്റ് വികസനം ഇല്ലാതാക്കാനുള്ള നീക്കത്തിനെതിരെ ട്രേഡ് യൂണിയൻ സംയുക്ത സമിതി നേതൃത്വത്തിൽ പ്രതിഷേധം സംഘടിപ്പിച്ചു. സെൻട്രൽ മാർക്കറ്റിന് മുന്നിൽ നടന്ന പരിപാടി CITU ജില്ലാ ജനറൽ സെക്രട്ടറി PK മുകുന്ദൻ ഉദ്ഘാടനം ചെയ്തു. INTUC ജില്ലാ പ്രസിഡന്റ് രാജീവൻ സംസാരിച്ചു. കൈരളി ന്യൂസ്, കോഴിക്കോട്.